ഈ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇത്തവണത്തെ ഒരു വല്ലാത്ത ട്രെയിനിങ്, കാരണം ഈ കോവിഡ് കാലമാണ്, അതിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബയോ ബബിൾ എന്ന് പറയുന്നതിൻ്റെ ഒരു സാധ്യത. കാരണം പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരു പരിശീലനം, മുമ്പ് പറഞ്ഞ വീട് ഓഫ് കോഴ്സ് മിസ് ചെയ്യും. ആ പരിശീലന കാലം ഈ ഒളിമ്പിക്സിൽ എത്രമാത്രം ഗുണം ചെയ്തു? ഇതുപോലൊരു കാലത്ത് ശ്രീകൃഷ്ണൻ പേഴ്സണലി പറയാൻ പറ്റുന്നത് വളരെ വളരെ അധികം നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ് ഈ ഒരു കോവിഡ്. എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണോ കോവിഡ് ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്ന ഒരാളെയാണ് സത്യമായിട്ട് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുത്തിയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോവിഡിന്റെ കാലത്ത് ഞാൻ എന്താണോ ചെയ്തത് അതാണ് ഞാൻ ഒളിമ്പിക്സിനും ചെയ്തത്. കാരണം എല്ലാ ഒളിമ്പിക്സ് ഗെയിംസിലും 2012 ലണ്ടൻ ആയിക്കോട്ടെ, 2016 റിയോ ആയിക്കോട്ടെ, നമുക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. നമുക്ക് പുറത്തു പോകാം, നമുക്ക് ആൾക്കാരെ കാണാം, നമുക്കൊന്ന് സ്ഥലം കാണാൻ പോകാം. പക്ഷെ ഇത്തവണത്തെ ഒളിമ്പിക്സിന് അങ്ങനത്തെ ഉള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. ഞാനൊരു യങ്സ്റ്റർ ആയിരുന്നപ്പോൾ എനിക്ക് വില്ലേജിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റാറിനെ കാണണം, അല്ലെങ്കിൽ ഇന്നയാളെ കാണാൻ പോകണം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ ഇത്തവണ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് മാസ്ക് ഇട്ട് റൂമിലിരുന്നാൽ മതി, കോവിഡ് വിട്ടായിരുന്നാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം എന്താ പറയുന്നത്, എൻ്റെ കളികളിലായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ചെയ്തത് റൂമിലിരിക്കുന്നു, ഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടി റൂമിന് പുറത്തിറങ്ങുന്നു, കളി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ എൻ്റെ ജീവിതം, അതും ഒറ്റയ്ക്കൊരു റൂമിൽ, പാർട്ട്നേഴ്സ് പോലുമില്ല, ഒറ്റയ്ക്കൊരു റൂമിൽ. അപ്പം ഇതാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഒരു 2 മാസം കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും അത് ഇത്രയും കാലം ഫ്രീഡം കഴിഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് ഇത്രയും ആളുകൾ കാണുമ്പോഴാണ് ബുദ്ധിമുട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒറ്റയ്ക്കിരുന്ന് കുറച്ച് ബുക്ക് വായിക്കാൻ തുടങ്ങി. ആ ബുക്കുകളിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സ്വന്തമായിട്ട് അകത്തേക്കൊന്ന് മാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇന്ന് പുറംലോകം കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങാനും സംസാരിക്കാനും. ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്, മാറ്റങ്ങളാണ്. ഈ 2 കാര്യങ്ങൾ: ഒന്ന് ഒളിമ്പിക്സിലെ സെമിഫൈനലിലെ തോൽവി, അടുത്തത് വെങ്കലം നേടണം എന്ന് പറയുന്ന വാശി. നിരാശയും വാശിയും തൊട്ടടുത്തടുത്ത് വന്ന അനുഭവങ്ങളിലൂടെ പോയൊരു കായിക താരമാണല്ലോ. എങ്ങനെയായിരുന്നു ആ കാലം, ഇത് ആ ദിവസങ്ങൾ? വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സെമി ഫൈനൽ എന്ന് പറയുന്നൊരു ക്രൂഷ്യൽ സിറ്റുവേഷനാണ്. ആ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങളൊരു മെഡൽ വിൻ ചെയ്തു. അതായത് ഒന്നല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ ഗോൾഡ്. പക്ഷേ അത് തോറ്റു കഴിഞ്ഞാൽ വീണ്ടും അതിനേക്കാളും ടെൻഷനായിട്ടുള്ളൊരു മാച്ച് കളിക്കണം. അതായത് ജയിച്ചാൽ ബ്രോൺസ്, തോറ്റാൽ 4ാം സ്ഥാനം. അപ്പം ഉറപ്പായിട്ടും അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും മനസ്സിൽ വളരെ എന്താ പറയുന്നത്, ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അന്ന് നമ്മൾ രാവിലെ 10:30ക്കാണ് സെമി കളിച്ചത്. അന്ന് വൈകിട്ട് ടീം മെമ്പേഴ്സ് എല്ലാവരും വൈകുന്നേരം നടക്കാൻ പോയി ഒരു കാപ്പിയെ കുടിച്ചിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നു. എന്നിട്ട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ: ഇന്ന് കരയാനുള്ള ദിവസമല്ല. കാരണം നാളത്തെ കഴിഞ്ഞ് നമുക്ക് വലിയൊരു ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് ഉള്ളത്, അതിൽ കളിക്കുക. എന്നിട്ട് ഞാൻ ഒറ്റ കാര്യം എല്ലായിടത്തും പറഞ്ഞോളൂ: നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കുക. അതായത് നമ്മുടെ സ്ട്രെച്ചർ മറന്ന് മനസ്സിനകത്തു നിന്നും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം അത് ചെയ്യുക, കളിക്കുക. അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് ടീമിലെ യങ്സ്റ്ററുകളടക്കം എല്ലാവരും ആ ഒരു ദുഃഖം മറന്ന് ബൗൺസ് ബാക്ക്, നമ്മൾ ബ്രോൺസ് ജയിക്കുന്നു. വലിയ ഷിഫ്റ്റ്, ആ മാറ്റം വളരെ പ്രകടമായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ വെങ്കലത്തിലേക്ക് ടീം പായുന്നത് പോലത്തെ ഒരു മാറ്റം ഫീൽ ചെയ്തു ശ്രീകൃഷ്ണൻ? ചെറിയൊരു പേടി ഒത്തിരി പേർക്കുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലൊരു മാച്ച് കളിക്കുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം എന്താ പറയുക, ഡൗണിലാണെങ്കിലും ഗെയിമിൽ പ്ലെയേഴ്സ് എല്ലാം വളരെ എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരികയും വളരെ നന്നായിട്ട് സ്കോർ ചെയ്യുകയും ചെയ്തു. അപ്പം ഉറപ്പായിട്ടും ആ ഒരു എന്താ പറയുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ, തോൽവിയിൽ നിന്നും വിജയത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ജർമ്മനിയിൽ നിന്ന് നമ്മൾ ആ ഒരു ബ്രോൺസ് മെഡൽ പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത്. അപ്പം ഉറപ്പായിട്ടും ആ ഒരു എന്താ പറയുക, ആ ഒരു മാനസിക സമ്മർദ്ദത്തിന് കീഴ്പ്പെടാതെ ആ ഒരു എന്താ പറയുക, ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് ഒരു ടീം കളക്റ്റീവ് എഫേർട്ട്